Welcome once again. എഡിറ്റിംഗിന്റെ ആദ്യ ഭാഗം ശ്രദ്ധയോടെ പഠിച്ചെന്ന് കരുതട്ടെ. വാക്കുകളുടെ കൃത്യമായ ഉപയോഗം, അതുമായി ബന്ധപ്പെട്ട സൂചനകളാണ് വീണ്ടും വീണ്ടും കേൾക്കേണ്ടത്, എഴുതി പഠിക്കേണ്ടത്. ഇന്നിവിടെ നൽകിയ ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ദ പ്രോജക്റ്റ് ടൈഗർ എന്ന പാഠഭാഗത്തിലെ എഡിറ്റിംഗ് സാധ്യതയുള്ള ഈ ചോദ്യത്തിൽ ഒന്നാമത്തെ തെറ്റ് ദീസ് എന്ന് കാണുക. അത് തെറ്റാണ്. ദിസ് എന്നാണ് അവിടെ വരേണ്ടത് എന്ന് അറിയാമല്ലോ. ഈവൻ ദ ക്യാമറ ബിഹേവ്ഡ് ദിസ് ടൈം എന്ന് വേണം. ദീസ് എന്ന് പറയുന്നത് തെറ്റാണ്. ദിസ് ടൈം എന്നാണ് ശരിയായ പ്രയോഗം. രണ്ടാമത്തെ തെറ്റ് ടു ഡേ എന്നല്ല പറയേണ്ടത്, ഡേയ്സ് എന്ന് പറയണം. വൺ ഡേ സിംഗുലർ, ടു എന്നാവുമ്പോൾ അവിടെ പ്ലൂറൽ നൗൺ തന്നെയാണ് വേണ്ടത്. ടു എന്നാവുമ്പോൾ പ്ലൂറൽ നൗൺ തന്നെ വേണം. 2 days എന്നാണ് പറയേണ്ടത്. മൂന്നാമത്തെ തെറ്റ് സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കൂ. കൽക്കട്ട എന്നത് ഒരു സ്ഥലനാമമാവുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ തന്നെ വേണം. ശ്രദ്ധിച്ച് നോക്കണം. ഇതേപോലെയുള്ള ചോദ്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ നോക്കി പഠിക്കേണ്ടതാണ്. സി ക്യാപിറ്റൽ ലെറ്ററാണ് അവിടെ എഴുതേണ്ടത്. നാലാമത്തെ തെറ്റ് ഹാഡ് എന്ന വാക്കിനൊപ്പം ഷൂട്ട് എന്ന V1 അല്ല ചേരേണ്ടത് എന്ന് നമുക്കറിയാം. മുമ്പ് സൂചിപ്പിച്ച പോലെ ഹാസ്, ഹാവ്, ഹാഡ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുമ്പോൾ V3 ഫോമാണ് ചേരേണ്ടത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ചേരേണ്ടത് എന്നർത്ഥം. ഇവിടെ ഷൂട്ട് എന്ന V1 ഫോമിൻ്റെ രണ്ടാമത്തെ ഫോം ഷോർട്ടാണ്. അതേപോലെ തന്നെ V3 ഫോം ഷോർട്ട് തന്നെയാണ്. 3 രൂപങ്ങൾ ആണ് V1, V2, V3, ഷൂട്ട്, ഷോർട്ട്, ഷോർട്ട്. അപ്പോൾ ഹാഡ് ഷോർട്ട് എന്നാണ് ഉത്തരം. എഡിറ്റിങ്ങിനായി നൽകിയ രണ്ടാമത്തെ ചോദ്യത്തിൽ ആദ്യമായി ഹും എന്ന വാക്ക് റിലേറ്റീവ് ക്ലോസായി വന്നിരിക്കുന്നത് ഇവിടെ തെറ്റാണ്. മൈ ഫാദർ എന്ന സബ്ജക്റ്റിനെ വിശേഷിപ്പിക്കാൻ ഹു എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. ഇനി അവിടെ ഒബ്ജക്റ്റ് ആയിരുന്നു വന്നിരുന്നെങ്കിൽ ഹും ശരിയാവുമായിരുന്നു. ഈ ഒരു ഉദാഹരണം ശ്രദ്ധിക്കൂ. ദ മാൻ ഹും ഐ മെറ്റ് ഓൺ ദ റോഡ് വാസ് എ ഡ്രിങ്കാർഡ്. ഇവിടെ ഹും എന്ന വാക്ക് ശരിയാണ്. അവിടെ ഒബ്ജക്റ്റിനെയാണ് വിശേഷിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ. രണ്ടാമത്തെ വാക്ക് ഒന്നാം ഭാഗത്തിൽ നാം പഠിച്ചതാണ്. ഇനഫിന് ശേഷമാവണം നൗൺ ആയ മണി എന്ന വാക്ക് ചേരേണ്ടത്. ഇനഫ് മണി എന്ന് തന്നെ വേണം. നേരത്തെ ആദ്യ ഭാഗത്തിൽ നാം സൂചിപ്പിച്ചതാണ്. മൂന്നാമത്തെ ഭാഗം മുതിർന്നവർ പോലും തെറ്റിക്കുന്നതാണ്. ചൈൽഡ് എന്ന സിംഗുലർ ഫോമിൻ്റെ പ്ലൂറൽ ഫോം ചിൽഡ്രൻ എന്ന് തന്നെ വേണം. അവിടെ ചിൽഡ്രൻസ് എന്ന് എഴുതിയാൽ തെറ്റാണ്. ചിൽഡ്രൻ മതി. ചൈൽഡ് അതിൻ്റെ പ്ലൂറൽ ഫോം ചിൽഡ്രൻ എന്നാണ്. നാലാമത്തെ വാക്ക് സൂക്ഷിച്ചു നോക്കൂ. സെൻറ്റൻസ് പൂർണ്ണമായി വായിച്ചാൽ മനസ്സിലാവും. അവിടെ മുത്തച്ഛൻ്റെ എന്നർത്ഥമല്ല വേണ്ടത്, ഗ്രാൻഡ് പാരൻസ് എന്നാണ് വേണ്ടത്. അപ്പോസ്ട്രോഫി ഈ ഒരു ഭാഗത്ത് ആവശ്യമില്ല. ഇനി മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ക്രോൾഡ് ഔട്ട് എന്ന വേർബിന് ശേഷം സ്ലോ എന്ന അഡ്ജക്റ്റീവ് അല്ല വേണ്ടത്, ly ചേർത്ത് അവിടെ സ്ലോലി എന്ന അഡ്വർബ് അഥവാ ക്രിയാവിശേഷണമാണ് വേണ്ടത്. അടുത്തത് ശ്രദ്ധിക്കൂ. സെൻറ്റൻസ് തുടങ്ങുന്നത് ക്രോൾഡ് എന്ന V2 അഥവാ പാസ്റ്റ് ഫോമിൽ വന്നാൽ ആയതുകൊണ്ട് സി അല്ല വേണ്ടത്, SAW സോ എന്ന് വേണം. സി, സോ, സീൻ എന്നാണല്ലോ. സോ V2 ഫോമാണ്. ആ സെൻറ്റൻസ് മൊത്തം പാസ്റ്റ് ടെൻസ് മോഡിലാണ് പോകുന്നത് എന്നും ശ്രദ്ധിക്കുക. സ്മോൾ പാക്കേജ് എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്നതിനാൽ അവിടെ വിച്ച് എന്ന റിലേറ്റീവ് ക്ലോസ് വേണം. നാം പഠിച്ചതാണ്. ആവർത്തിച്ച് വരുന്നത് ശ്രദ്ധിക്കൂ. ഒരു സ്ഥലനാമമായിരുന്നുവെങ്കിൽ അവിടെ വേർ ശരിയാവുമായിരുന്നു. ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് വരുന്നത്. ഐ ടേസ്റ്റ് എന്ന് പറയില്ല, ഐ ടേസ്റ്റ് എന്നേ പറയൂ. എന്നാൽ ഇവിടെ ഐ ടേസ്റ്റ് ദ കേക്ക് ആൻഡ് ഡ്രോപ്പ്ഡ് ഇറ്റ് എന്ന് പറയുമ്പോൾ ഡ്രോപ്പ്ഡ് V2 ആയതിനാൽ അവിടെ ടേസ്റ്റ് എന്ന വാക്കായല്ല ഉപയോഗിക്കേണ്ടത്, V2 ഫോമായ ടേസ്റ്റഡ് എന്നാക്കി തന്നെ മാറ്റണം. സെൻറ്റൻസ് മുഴുവനായും കഴിഞ്ഞുപോയ കാര്യത്തിനെ സൂചിപ്പിക്കുന്നത് ആവുകയും വേണം. സെൻറ്റൻസ് അതേപോലെ തന്നെ പുരോഗമിക്കുമ്പോൾ അവിടെ ഈസിന് പിന്നീട് സ്ഥാനമില്ല. അവിടെ വാസ്, സോക്കിംഗ് വെറ്റ് ആൻഡ് റിവോൾട്ടിംഗ് എന്ന് തന്നെ വേണം. അവിടെ വാസ് എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. നാലാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ദ ബോയ് സ്ലീപ്സ് എന്നും
ബോയ്സ് സ്ലീപ്പ് എന്നുമാണ് സിമ്പിൾ പ്രസൻറ്റ് രൂപം. ടെൻസ് പഠിക്കുമ്പോൾ അറിയാം, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പഠിക്കുമ്പോൾ ഇത് പ്രത്യേകം നാം പഠിച്ചതാണ്. അങ്ങനെ വരുമ്പോൾ ദ ബോയ് ഡസ് നോട്ട് സ്ലീപ്പ് എന്നതാണ് നെഗറ്റീവ് ഫോം. ബോയ്സ് ആയിരുന്നെങ്കിലോ അത് ഡു നോട്ട് സ്ലീപ്പ് ആവുമായിരുന്നു. ബോയ്സ് ഡു നോട്ട് സ്ലീപ്പ് എന്നാണ് പറയുക. ദ ബോയ് ഡസ് നോട്ട് സ്ലീപ്പ് എന്ന് തന്നെയാണ് വേണ്ടത്. രണ്ടാമത്തെ ശ്രദ്ധിക്കുക, ഗെയ്സസ് ഇൻ എന്നല്ല വേണ്ടത്. ഗെയ്സസ് അറ്റ് എന്നതാണ് ശരിയായ രൂപം. ചില ക്രിയാപദങ്ങൾക്കൊപ്പം എല്ലാ പ്രിപ്പോസിഷൻസും ചേരില്ല എന്ന് കാണാം. ഇത്തരം വാക്കുകൾ കണ്ടെത്തി പഠിക്കണം. ഉദാഹരണമായി കൺഗ്രാലേറ്റ് ഓൺ എന്നാണ് പറയുക. ഫെമിലിയർ വിത്ത് എന്ന പ്രിപ്പോസിഷനാണ് ഫെമിലിയറിനോടൊപ്പം ചേരുക. ഇതേപോലുള്ള വാക്കുകൾ ഉദാഹരണങ്ങളാണ്, ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി മൂന്നാമതായി വന്നിരിക്കുന്ന വെർബ് സീം എന്നല്ല അവിടെ വേണ്ടത്. കാരണം ബോയ് എന്ന സബ്ജക്റ്റിന് അനുസൃതമായി മൊത്തം സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റ് ഫോമിൽ ആയതിനാലും സീംസ് എന്ന് തന്നെയാണ് അവിടെ വേണ്ടത്. അത് ബോയ് ആയതുകൊണ്ടാണ് സീംസ് എന്ന് വരുന്നത് എന്ന് മനസ്സിലാക്കുക. അത് ബോയ്സ് ആയിരുന്നെങ്കിൽ സീം മതിയാവുമായിരുന്നു. ഈ ഉദാഹരണങ്ങളും ശ്രദ്ധിക്കൂ. ഐ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ എന്നാണ് പറയുക. അതിൻ്റെ നെഗറ്റീവ് ഫോം ഐ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ് വെൽ എന്നാണ്. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ എന്നാണ് പറയേണ്ടത്. അതിൻ്റെ നെഗറ്റീവ് ഫോം ഷീ ഡസ് നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് വെൽ എന്നാണ്. ദേ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ ബഹുവചനമാവുമ്പോൾ ദേ എന്ന ബഹുവചന രൂപം ഉപയോഗിച്ചപ്പോൾ അവിടെ ദേ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ എന്നും അതിൻ്റെ നെഗറ്റീവ് ഫോം ദേ ഡു നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് വെൽ എന്നും ആണ്. ഇതും ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ടെൻസ് ശ്രദ്ധയോടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. ഇനി അഞ്ചാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. സെൻറ്റൻസ് തുടങ്ങുന്നത് ഐ വാസ് ഇൻ ചെന്നൈ എന്ന് പാസ്റ്റ് ഫോമിൽ ആയതിനാൽ തുടർന്നും പാസ്റ്റ് മൂഡ് തന്നെ ക്രിയേറ്റ് ചെയ്യണം. ആ സെൻറ്റൻസ് മുഴുവനായും പാസ്റ്റ് ടെൻസിൽ തന്നെ പറയണം. മീറ്റ് മെറ്റ് ആക്കി മാറ്റണം എന്നർത്ഥം. മീറ്റ് എന്ന ബേസ് ഫോമിൻ്റെ രണ്ടാം രൂപം മെറ്റ് എന്നും മൂന്നാമത്തെ രൂപം മെറ്റ് എന്നും നാം പഠിച്ചതാണല്ലോ. ഇനി രണ്ടാമത്തെ സെൻറ്റൻസിൽ തെറ്റ് ശ്രദ്ധിക്കുക. വൺ ഓഫ് ദി ബോയ് എന്ന് ഒരിക്കലും പറയില്ല. വൺ ഓഫ് ദ ബോയ്സ് എന്ന് തന്നെ വേണം. വൺ ഓഫിന് ശേഷം നൗൺ പ്ലൂറൽ ഫോമിൽ ആയിരിക്കണം എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകമായ കാര്യം. വൺ ഓഫ് ദ ബോയ്സ് എന്നാണ് പറയുക. ഇനി ശ്രദ്ധിക്കുക, ജോയിൻഡ് എന്ന വേർബിനെ വിശേഷിപ്പിക്കുന്ന ഫൈനലി എന്ന എഡ്വർബ് അഥവാ ക്രിയാവിശേഷണം തന്നെയാണ് അവിടെ വേണ്ടത്. ഫൈനലി എന്നാണ് അവിടെ, ജോയിൻഡ് ഫൈനലി എന്നാണ് അവിടെ വേണ്ടത്. ഇനി ശ്രദ്ധിക്കുക, ബീച്ച് എന്ന വാക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു സ്ഥലത്തെ വിശേഷിപ്പിക്കുമ്പോൾ നമ്മൾ റിലേറ്റീവ് ക്ലോസ് വിച്ച് അല്ല, ഹൂ അല്ല, ഹും അല്ല വേണ്ടത്. അവിടെ വേർ തന്നെ ആയിരിക്കണം. ഒരു സ്ഥലത്തെ വിശേഷിപ്പിക്കുമ്പോൾ വേറെന്നായിരിക്കണം. ഇനി അടുത്ത സെൻറ്റൻസിൽ കാണാം, ഹ്യൂജ് വേവിനാൽ കുട്ടി എടുക്കപ്പെട്ടു എന്ന്. അവിടെ എടുക്കപ്പെട്ടു എന്നർത്ഥം കിട്ടാൻ പാസീവ് ഫോം വേണം. ടുക്ക് എന്ന V2വിൻ്റെ പാസീവ് ഫോം വാസ് ടേക്കൺ എന്നാവണം. ആക്റ്റീവ് ഫോം ശ്രദ്ധിക്കുക, എ ഹ്യൂജ് വേവ് ടുക്ക് അവേ ദ ബോയ്. മാറ്റം ദ ബോയ് വാസ് ടേക്കൺ അവേ ബൈ എ ഹ്യൂജ് വേവ് എന്നതാണ്. ഓരോ ടെൻസിൻ്റെയും പാസീവ് ഫോം അറിഞ്ഞിരിക്കണം. ഒരു സൂചന എന്ന നിലയ്ക്ക് ബൈ വരുമ്പോൾ പാസീവ് ഫോം ആവാം എന്ന് തിരിച്ചറിയണം എന്നർത്ഥം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധയോടെ പഠിച്ചു വെക്കുക. ഇനി മൂന്നാം ഭാഗത്ത് പരീക്ഷയ്ക്ക് സാധ്യതയുള്ള മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എല്ലാ ഭാഗവും ചെറിയ വീഡിയോ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ കാണുന്ന കുട്ടികൾക്ക് ഈ ഭാഗത്തിലെ 5 മാർക്ക് ഈസിയായി നേടാൻ കഴിയും. സോ നൗ വി ക്യാൻ സ്റ്റോപ്പ് ദ ക്ലാസ്.